ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. വെളുത്തുള്ളിയുടെ തൊലിയും അതുപോലെ ഡേറ്റ്സിൻ്റെ സീഡൊക്കെ വെച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു പെറ്റൽ പോലെ ഒന്നിങ്ങനെ ഒരു തൊലി ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നൈസായിട്ടുള്ള കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡൊക്കെ യൂസ് ചെയ്തിട്ട് ആ വെളുത്തുള്ളിയുടെ അല്ലിയുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ നടുക്കായിട്ട് കീറി കൊടുക്കണം. അത് കീറി കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിൽ നിന്നിട്ട് മെല്ലെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പൊളിച്ചെടുക്കുകയാണ് നമ്മൾ ആ വെളുത്തുള്ളി. അപ്പം നമുക്കൊരു ഹാർട്ട് ഷേപ്പ് പോലുള്ള ഒരു പെറ്റലായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ വെളുത്തുള്ളിൻ്റെ ആ ഒരു അല്ലി എടുക്കുന്ന സമയത്ത് കുറച്ചൊരു വണ്ണമുള്ള ടൈപ്പ് അല്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പെറ്റലായിട്ട് തന്നെ കിട്ടും. പിന്നെ ഇതുപോലെ ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ച് പൊളിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കീറി പോകുമല്ലോ. നമ്മൾ രണ്ട് സൈഡിൽ നിന്നായിട്ട് മെല്ലെ ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ കുറച്ചധികം ഇങ്ങനെ പെറ്റലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വെളുത്തുള്ളിയുടെ ഒരു സ്റ്റെമ്മ് പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഭാഗം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്, ആ ഒരു വടി പോലുള്ള അതിൽ നിന്ന്. എന്നിട്ട് അതിൻ്റെ മേലെ അങ്ങനെ ഒരു നാര് പോലെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പർപ്പിൾ കളറും അതുപോലെ ലൈറ്റ് വയലറ്റും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ ഇങ്ങനെ ആദ്യം പെയിൻറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അത്രക്കൊരു ഫിനിഷിങ് കിട്ടുന്നില്ല കേട്ടോ. കാരണം ആ ഒരു വെളുത്തുള്ളിയുടെ തൊലി ഇങ്ങനെ ഒരു ഗ്ലൈസിങ് ഉള്ള ടൈപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ആദ്യം ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആയതിന് ശേഷം സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാമെന്ന്. പിന്നെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സൈഡിലൊന്നും ചെയ്യുന്നില്ല കേട്ടോ. കാരണം ആ അകത്ത് മാത്രം അങ്ങനെ ചെയ്യാണ്. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പിന്നീടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഈ ഒരു പർപ്പിൾ കളർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ലൈറ്റ് വയലറ്റും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ലൈറ്റ് വയലറ്റ് പേൾ കളറാണ്, അപ്പോൾ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം പെറ്റൽസൊക്കെ പെയിൻറ്റ് ചെയ്ത് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഡേറ്റ്സിൻ്റെ സീഡാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പുറത്തൊരു ചെറിയൊരു തൊലിയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ നന്നായിട്ട് കളയണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തൊക്കെ കഴിയുമ്പോൾ പിന്നെ അതിങ്ങനെ പൊളിഞ്ഞു പോകും. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്രീൻ കളറാണ് എടുക്കുന്നത്, സാപ്പ് ഗ്രീൻ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സീഡ്സും കൂടെ ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടൊന്നിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാർഡ്ബോർഡിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡിൻ്റെ ഒരു വലിയൊരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാർഡ്ബോർഡിൽ തന്നെ ഇതുപോലെ ഒരു 4 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ 4 സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചിട്ടൊരു ഫ്രെയിം പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ ഒട്ടിക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ 4 സൈഡിലേക്കും ഇങ്ങനെ ഒട്ടിച്ചിട്ടൊന്നിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇനാമൽ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനാമൽ പെയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനാമൽ പെയിൻറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ലാഭമാണ് ആക്രിലിക് പെയിൻറ്റിനേക്കാളും. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ അതിൻ്റെ റേറ്റും അതിന് പല ടൈപ്പ് കളേഴ്സൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അപ്പോൾ അങ്ങനെ ഞാനിത് പെയിൻറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ജൂട്ട് ത്രെഡാണ്. എന്നിട്ട് അത് നമ്മളിതിൽ ഒരു സ്റ്റെമ്മ് പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫെവിക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ച് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ ഉള്ള രീതിയിൽ സ്റ്റെമ്മ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയുടെ നടുക്കുള്ള ആ ഒരു റൗണ്ട് ഷേപ്പ് ഇടല്ല, അപ്പോൾ അതൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഫ്ലവറിൻ്റെ നടുക്കൊരു പൂമ്പൊടി പോലെ ഉണ്ടാവില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനൊരു 5-6 ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെറ്റൽസും കൂടെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളിയുടെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ചുറ്റുമായിട്ടാണ് നമ്മൾ ഈ പെറ്റൽസ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവർ പോലെ കിട്ടുമല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ വലിയ പെറ്റൽസൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ഒരു 4 എണ്ണം വെക്കുമ്പോൾ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പെറ്റലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ നമുക്ക് വെക്കുന്ന സമയത്താണ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ 4 പെറ്റലുള്ളത് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചൊരു വലിയൊരു ടൈപ്പ് വെളുത്തുള്ളിയുടെ തൊലി നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം ഫ്ലവേഴ്സൊക്കെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡേറ്റ്സിൻ്റെ സീഡാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ലീഫിന് പകരാണ് കേട്ടോ ഈ ഡേറ്റ്സിൻ്റെ സീഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര നന്നായിട്ടൊന്നും പെയിൻറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റെമ്മിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ ലീവ്സിനെ പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഡേറ്റ്സിൻ്റെ സീഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഒരു തൊലി തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ലീവ്സ് പോലെ ആക്കി എടുത്താലും മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറോ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ നമ്മൾ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തിട്ട് ലീവ്സ് ഉണ്ടാക്കി എടുക്കലുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ.
ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിസ്തയുടെ ഷെല്ലോ അല്ലെങ്കിൽ പംകിൻ്റെ സീഡൊക്കെ വേണമെങ്കിൽ ലീവ്സിന് പകരം ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതിൽ കംപ്ലീറ്റ് ആയിട്ടും ഡേറ്റ്സിൻ്റെ സീഡ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ കളേഴ്സൊക്കെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പർപ്പിൾ കളർ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സിൻ്റെ കളർ ഒന്നിങ്ങനെ മാറ്റി കൊടുക്കാനും ഒരു ലൈറ്റ് പിങ്ക് പേൾ കളർ വെച്ചിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡിലും പിന്നെ ആ ഒരു പെറ്റൽസിൻ്റെ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ആ പെറ്റൽസിൻ്റെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു പർപ്പിൾ കളറിന് ലൈറ്റ് പിങ്ക് വെച്ചിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ഒരു ലൈറ്റ് വയലറ്റിനും ആ ഒരു കളർ തന്നെ വെച്ചിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഡേറ്റ്സിൻ്റെ സീഡിനും പിന്നെ ആ ഒരു ജൂട്ട് ത്രെഡ് ഉണ്ടായിരുന്നില്ല, നമ്മൾ സ്റ്റെമ്മിന് പകരം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഞാൻ ആ സാഗ്രീൻ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു താഴെ ഭാഗത്ത് ഇങ്ങനെ കുറച്ചൊരു ഭാഗം ഞാൻ ഒഴിച്ചിട്ടുണ്ടല്ലോ ബ്ലാങ്ക് ആക്കിയിട്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഒന്നിങ്ങനെ ഡെക്കറേഷൻസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒഴിവാക്കിയിട്ടുള്ള ചൂലാണ്. എന്നിട്ട് അത് ഞാൻ സാഗ്രീൻ വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മളിങ്ങനെ ഒരു പുല്ല് പോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഫ്രെയിമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് ആ ഒരു ഫ്ലവറിൻ്റെ അവിടെ വരെ കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നീളത്തിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പിന്നീട് എനിക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊരു പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഗ്ലൂ അപ്ലൈ ചെയ്ത ആ സമയത്ത് തന്നെ ഒട്ടിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചൂലിൻ്റെ പീസ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വിട്ടുപോകുമല്ലോ. അപ്പോൾ ഞാൻ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി എനിക്കൊരു എളുപ്പമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ കുറച്ച് നീളക്കൂടുതലുള്ള ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഫ്രെയിമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നിറയെ പുല്ലൊക്കെ ഇങ്ങനെ ഉള്ള പോലെ ഉണ്ട്. പക്ഷേ ആ ഒരു സാപ്ഗ്രീൻ ആയതുകൊണ്ട് അത്രയ്ക്കൊരു അട്രാക്ഷൻ കിട്ടുന്നില്ല, കാരണം ബ്ലാക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതിനൊരു ലൈറ്റ് ഗ്രീൻ ഉണ്ടായിരുന്നു, അപ്പോൾ പെയിൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ചിങ്ങനെ ഒരു യെല്ലോ കളറും കൂടെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഗ്രാസ് കാണാനായിട്ട്. പിന്നെ ഞാൻ ആ ഫ്ലവറിൻ്റെ നടുക്കുണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് യെല്ലോ കളറും റെഡ് കളറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സിന് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്തപ്പോൾ ആ ഫ്ലവറിന് നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ഫ്രെയിമിന് കുറച്ചും കൂടെ സൈഡിലൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കോപ്പർ കളർ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു വെളുത്തുള്ളിയുടെ തൊലിയും അതുപോലെ ഡേറ്റ്സിൻ്റെ സീഡ്, പഴയ പുല്ല്, അതുപോലെ കാർഡ്ബോർഡ് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് വാർണിഷും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താലൊന്നും ഇതിൻ്റെ പെയിൻ്റ് ഒന്നും ഇളകി പോകുന്നില്ല. നമ്മൾ വാർണിഷ് ഒരു തിന്നായിട്ടൊരു കോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആ ഡേറ്റ്സിൻ്റെ സീഡിൻ്റെ അവിടെയും പിന്നെ അതുപോലെ ആ ഒരു കാർഡ്ബോർഡിനും പിന്നെ ആ വെളുത്തുള്ളിയുടെ അവിടെ നന്നായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, സീഡ്സ് ഒന്നും ചീത്തയായി പോകുന്നില്ല. ഒരു 6 മാസം വരെയൊക്കെ വാർണിഷ് അപ്ലൈ ചെയ്യാതെയും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് അത് പൂപ്പലൊക്കെ വരാതിരിക്കാനൊക്കെ വാർണിഷ് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഒരുപാട് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് വെളുത്തുള്ളിയുടെ തൊലി വെച്ചിട്ട് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കുറേ ആയിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതുവരെ ഒരു വെളുത്തുള്ളിയുടെ തൊലി വെച്ചിട്ട് ക്രാഫ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ ഡേറ്റ്സിൻ്റെ സീഡ് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പെയിൻറ്റിൻ്റെ ആ ഒരു ചിലവ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ഡേറ്റ്സിൻ്റെ സീഡും വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. അപ്പോൾ അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പം നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.